ഇന്ന് മുതൽ ഫൺസ് ഓൺ എയർ ടൈമിൽ മത്സരിക്കാൻ പോകുന്നത് ഒരു കലിപ്പനും കാന്താരിയുമാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് എന്തെങ്കിലും ടെൻഷനോ സങ്കടമൊക്കെ ഉള്ള സമയത്ത് കാണാൻ പറ്റിയൊരു പ്രോഗ്രാമാണ്. എനിക്ക് എന്തെങ്കിലും ടെൻഷനും വിഷമവും ഒക്കെ വരുമ്പോൾ അത് മാറ്റാൻ കേശവമാമന്റെ പാട്ട് കേൾക്കുന്നത് എന്താണ് അത് തീറ്റ ടെൻഷൻ പബ്ലിക്കായിട്ട് പറഞ്ഞാൽ ഭയങ്കര മോശമായി പോകും. ഞാൻ പേഴ്സണലായിട്ട് മനസ്സിലായി. നമുക്ക് അവനോട് പ്രതികാരം ചെയ്യണം അതിഥി. ഡ്രസ്സൊക്കെ അടിപൊളിയാണ്. അയ്യോ ഞാൻ റിവ്യൂ ചെയ്താലാണ് കേറുള്ളൂ. ഇന്ന് ഇവിടെ റിവ്യൂ പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഭയങ്കര തിരക്കിലായി പോയെന്നേ, അതുകൊണ്ടാ വരാൻ കുറച്ച് വൈകിയത്. സിനിമ, സീരിയൽ, ഇതൊക്കെ വീട്ടിൽ മെനക്കെട്ടിരുന്ന് പുതിയ കണ്ടന്റ് വല്ലതും കിട്ടുമോ നോക്കിയതാ, അല്ലാതെ ഞാൻ അഭിനയിക്കാൻ പോയതൊന്നും അല്ല കേട്ടോ. പെണ്ണ് കെട്ടണില്ലേ എന്നോട്? കെട്ടുന്നില്ല രണ്ട് സ്പെല്ലിങ് മാറ്റി ഞാൻ തിരിച്ചയച്ചു കൊടുത്തു. പെണ്ണ് കിട്ടുന്നില്ല. നീളൻ താടി നീട്ടി പോകുന്നോനാരാണോ അംഗൻവാടി പോകും കുഞ്ഞിന്റെ അച്ഛൻ യദുകുല മധുരിമ തഴുകിയ മുരളിയിൽ ഒരു യുഗ സംക്രമ ഗീതയുണർത്തുമ്പോ Once upon a time, once upon a time, once upon a time, once upon a time. ഹലോ നമസ്കാരം, ഇത് ഫൺസ് ഓൺ എയർ ടൈം സീസൺ 4. ഫൺസ് ഓൺ എയർ ടൈമിന്റെ ഒരു പുതുമകൾ നിറഞ്ഞ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എന്താണ് ഈ പുതുമ എന്നായിരിക്കില്ല നിങ്ങൾ ചിന്തിക്കുന്നത്. അതെ, ഇന്ന് മുതൽ ഫൺസ് ഓൺ എയർ ടൈമിൽ മത്സരിക്കാൻ പോകുന്നത് ഒരു കലിപ്പനും കാന്താരിയുമാണ്. ഇന്ന് മുതൽ നമ്മുടെ എപ്പിസോഡിൽ ഒരു സ്ത്രീയും പുരുഷനുമായിരിക്കും തമ്മിൽ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തൊക്കെയാണ് ഇതിലെ സർപ്രൈസുകൾ എന്നൊക്കെ അറിയുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഈ ഒരു എൻറ്റയർ ഷോയുടെ സ്ട്രോങ്ങസ്റ്റ് പില്ലർ ആയ നമ്മുടെ ക്യാപ്റ്റനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം ദി സൂപ്പർ കൊമേഡിയൻ രമേശ് പിഷാരടി. Once upon a time, once upon a time, once upon a time, once upon a time. നമ്മൾ ഈ കലിപ്പനും കാന്താരിയും കൂടുതലും സോഷ്യൽ മീഡിയയിലാണ് കേട്ടിട്ടുള്ളത്. ആൻഡ് നമ്മൾ ആ വേർഡ്സ് നമ്മുടെ ഷോയിലേക്ക് കടമെടുത്തിരിക്കുകയാണ്. ഈ കലിപ്പനെ സംബന്ധിച്ചിടത്തോളം കലിപ്പൻ ഭയങ്കര കലിപ്പനും കാന്താരിയെ സംബന്ധിച്ചിടത്തോളം കാന്താരി ഭയങ്കര കാന്താരി ആണെങ്കിലും പൊതുജനം പലപ്പോഴും ഇത് കണ്ട് ചിരിക്കാറാണ് പതിവ്. അല്ലെ, പൊതുജനത്തിന് ഇതൊരു ഒരു കോമഡി ടേംസ് ആണ് കലിപ്പനും കാന്താരി എന്ന് പറയുന്നത്. ശരിക്കും അവർ വലിയ പ്രശ്നക്കാരോ വഴക്കുകാരോ ഒന്നും അല്ല. അത്യാവശ്യം നമ്മളെ ചിരിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുള്ളൊരു അർത്ഥത്തിലും കൂടെയാണ് കലിപ്പനും കാന്താരിയും വന്നിരിക്കുന്നത്. ഒരു മെയിൽ ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻസ് ആയിരിക്കും നമ്മുടെ ഇനിയുള്ള എപ്പിസോഡ് വരുന്നത്. അത് പരമാവധി അങ്ങനെ തന്നെ ആയിരിക്കും. അതിന്റെ ഒരു പ്രപ്പോർഷൻ നമ്മൾ വിചാരിച്ച പോലെ ഒരു പൊതുസമൂഹത്തിലുള്ളതുപോലെ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ രണ്ട് കലിപ്പന്മാരും രണ്ട് കാന്താരിമാരും കലിപ്പനും കാന്താരിയും ഒക്കെ തമ്മിലൊക്കെ മത്സരിച്ചിരിക്കും. എന്നാലും ഭൂരിപക്ഷ എപ്പിസോഡുകളിലും ഒരു കലിപ്പനും ഒരു കാന്താരിയും തമ്മിലായിരിക്കും ഇവിടെ മത്സരം നടക്കുന്നത്. അവിടെ മത്സരങ്ങൾ കാണാനാണ് നമ്മളിരിക്കുന്നത്. സുദീർഘമായി സംസാരിക്കുന്നില്ല. ഒരു ചെറിയ കാന്താരിനെ നമുക്ക് ആദ്യം വിളിച്ചാലോ? കാന്താരി ശരിക്കും മത്സരിക്കാൻ വരുന്നതല്ല, നമ്മുടെ അതിഥിയായിട്ട് എത്തുന്നതാണ്. നിരവധി സിനിമകളിൽ നായികയാണ്, മികച്ച അഭിനേത്രി എന്ന് പേര് കിട്ടിയ ഒരു നടിയാണ്, നമുക്കെല്ലാം പ്രിയപ്പെട്ടതാണ്. നമ്മുടെ വീട്ടിൽ ഒരാളെ പോലെ നമുക്ക് പ്രിയപ്പെട്ട മലയാളത്തിന്റെ പ്രിയപ്പെട്ട നായിക. സ്നേഹപൂർവ്വം ഈ പുതിയ ഫോർമാറ്റിലുള്ള എപ്പിസോഡിലേക്ക് ആദ്യത്തെ അതിഥിയായി സ്വാഗതം ചെയ്യുന്നു അതിഥി രവി. അതിഥിക്ക് നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. ഹാപ്പി വെൽക്കം. സോ മച്ച്. അതെ, വരുന്നതിന് മുന്നേ ഇവിടെ അതിഥിനെ കാന്താരിന്ന് വിളിച്ചു. ശരിയാണ്. അതിനകത്തൊരു കാര്യമുണ്ട്. അതായത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ഡിഗ്രി പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ അസൂയുള്ള ആളുകളിൽ ഒന്ന് കുഞ്ചാക്കോ ബോബനായിരുന്നു. കുഞ്ചാക്കോ ബോബൻ വലിയ ആ കാലത്ത് വലിയ ഉപദ്രവമായിരുന്നു അയാളെ കൊണ്ട്. നമ്മുടെ കോളേജിലുള്ള എല്ലാ പെണ്ണുങ്ങളും ആ ഫോട്ടോ വെക്കുക, ഓട്ടോഗ്രാഫിന്റെ ബുക്കിന്റെ കവറിനായിട്ട് അദ്ദേഹത്തിന്റെ മുഖം വെക്കുക എന്നൊക്കെ പറയുന്ന കാലത്ത് അങ്ങനെ ഞാൻ അന്ന് ഏതോ എവിടെയോ നടന്ന് ആഗ്രഹിച്ചതിന് എനിക്ക് പ്രകൃതി തന്നൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടനാട് മാർപ്പാപ്പ എന്ന് പറയുന്ന പടത്തിൽ കുഞ്ചാക്കോവിന്റെ കാമുകിയായിരുന്നു അതിഥി. ഞാനാ കെട്ടുന്നത്. അങ്ങനെ അന്ന് തൊട്ട് ആലോചിച്ചാ ഞാൻ ഇവിടെ കൊണ്ടുവരണം എന്നുള്ളത്. അങ്ങനെ അതിഥീനെ ഞാനാ കെട്ടിയത്. ഞാനാ തേക്കുന്നത്. ആദ്യമായിട്ട് തേക്കാൻ കിട്ടിയൊരു ഭാഗ്യം എനിക്കായിരുന്നു. അതിൽ പറയുന്നുണ്ട് അതിലൊരു ഡയലോഗ്, നീ എനിക്ക് മാച്ച് ആടി. പക്ഷെ എന്തായാലും നമ്മുടെ ഷോയെ സംബന്ധിച്ചും അതിഥി സൂപ്പർ മാച്ച്. കാരണം നന്നായിട്ട് ചിരിക്കുന്ന തമാശകൾ ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഷോയുടെ ഒരു അതെ പറഞ്ഞു അതിഥി നല്ല അഭിനേത്രി എന്നുള്ള നിലയിൽ 10ാം വളവ് എന്ന് പറയുന്ന സിനിമയൊക്കെ ആണെങ്കിലും ഈ അതിഥി സിനിമകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിഥിയെ എനിക്ക് അത്ഭുതം തോന്നിയൊരു പ്രകടനം കാഴ്ചവെച്ചത്, നമ്മൾ എത്ര നല്ല ക്രിക്കറ്റ് കളിക്കാരനാണെങ്കിലും ഗ്രൗണ്ട് ഉണ്ടല്ലോ കളിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ എന്റെ നാരായണിക്ക് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമുണ്ട്. അത് അവള് കൈ നീട്ടിയല്ലേ ചമി പോകും.
കോവിഡ് അതിന്റെ ഉച്ചസ്ഥായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മതിലുകൾ എന്ന് പറയുന്ന സിനിമയിൽ ഒരു മതിലിനപ്പുറത്ത് നിന്ന് ബഷീറും നാരായണിയും പ്രണയിച്ചതുപോലെ ഒരു മുറിക്ക് അപ്പുറത്തും ഇപ്പുറത്ത് നിന്നുകൊണ്ട് നാരായണിയും ബഷീറും പ്രണയിക്കുന്നു. ആ ബഷീറായിട്ട് അന്ന് ഉണ്ണി മുകുന്ദനാണ് ശബ്ദം കൊടുത്തത്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 1 കോടി ആൾക്കാർക്കടുത്ത് ആ ഷോർട്ട് ഫിലിം അരമണിക്കൂറോളം ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിമാണ്. അത് കണ്ടിട്ടുണ്ട് അല്ലേ? അതെ, അതും ഞാൻ മാത്രമേ ഉള്ളൂ സ്ക്രീനിൽ. ഞാൻ എന്റെ മുഖം എന്റെ പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ഒരുപാട് വ്യൂസ് കിട്ടിയ അവസാനം ജസ്റ്റ് ഒന്ന് കണ്ണു നിറഞ്ഞൊന്ന് മനസ്സിടർ കേട്ടോ. വെരി ഫീൽ ഗുഡ് ഷോർട്ട് മൂവി. താങ്ക് യു. കാണാത്തവർ അതും കൂടെ ഒന്ന് കാണണം. അപ്പോഴാണ് നിങ്ങൾക്ക് 28 മിനിറ്റ് അതിഥിയെ അടുത്ത് കാണാനും അതിഥിയുടെ പ്രകടനങ്ങൾ കാണാനും ഉള്ള ഒരു അവസരം അതിനകത്തുണ്ട്. കണ്ടു. ഓൾമോസ്റ്റ് കേരള ജനസംഖ്യയുടെ നല്ലൊരു ശതമാനം ആൾക്കാർ അത് കണ്ടു കഴിഞ്ഞു. ഒന്നുകൂടെ കാണുക. ഇനി അത് കണ്ടു കഴിഞ്ഞ് ബാക്കിയുള്ള സമയം ഉണ്ടെങ്കിൽ നമ്മുടെ ഫണ്ട്സ് അപ്പോൺ ടൈം കാണുക. അതിഥി ഇവിടെയും ഉണ്ടാവും അല്ലേ? ഞാൻ കാണാറുണ്ട്. ഞാൻ കൂടുതലും യൂട്യൂബിലാണ് കാണുന്നത്. ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം യൂട്യൂബിൽ ഇങ്ങനെ ഇരുന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് എന്തെങ്കിലും ടെൻഷനോ സങ്കടമൊക്കെ ഉള്ള സമയത്ത് കാണാൻ പറ്റിയൊരു പ്രോഗ്രാമാണ് യൂട്യൂബിൽ. ഏറ്റവും കൂടുതൽ കേശവ് മാമന്റെ ആ ഒരു അതെ അതെ ഞാൻ കേശവ് മാമന്റെ ഫാനാണ്. അതുകൊണ്ട് തന്നെ 10ാം അളവിൽ അദ്ദേഹം എന്റെ അമ്മാവനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഒത്തിരി ഞാൻ ചിരിച്ചിട്ട് സീൻ തെറ്റിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ കോമ്പിനേഷൻ ചെയ്തപ്പോ. ഇതിനിടയിൽ അതിഥി പെട്ടെന്ന് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ടെൻഷനും വിഷമവും ഒക്കെ വരുമ്പോ അത് മാറ്റാൻ കേശവ് മാമന്റെ പാട്ട് കേൾക്കുന്നത്. എന്താണ് അതിഥിയുടെ ടെൻഷൻ? എന്തിനാണ് അതിഥി വിഷമിക്കുന്നത്? ചെറിയ ചെറിയ എന്താ ചെറിയ കാര്യം എന്താണ്? ഏതാണ് അതിഥിക്ക് ഒരു ചെറിയ വിഷമം ഒരു വലിയ വിഷമം പറയൂ, ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണോ എന്ന് അറിയട്ടെ. അതിങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞാൽ ഭയങ്കര മോശമായി പോകും. ഞാൻ പേഴ്സണലായിട്ട് മനസ്സിലായി. ഞാൻ ഊഹിച്ചു. നമുക്ക് അവനോട് പ്രതികാരം ചെയ്യണം അതിഥി. നമുക്ക് അവനോട് പ്രതികാരം ചെയ്യാം. അവൻ അങ്ങനെ ചെയ്യരുതായിരുന്നു. അവൻ കാണിച്ചത് തെമ്മാടിത്തരമാണ്. അവൻ പറയണ്ട. പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്കറിയാം മലയാള സിനിമയിലെ ഒരു ബിസി ബിയാണ് നമ്മുടെ അതിഥി. അപ്പൊ അതിഥിയുടെ പുതിയ പ്രോജക്ട് എന്തൊക്കെയാണ്? പുതിയതിന് റിലീസ് ആവാനുള്ളത് ഷാജി കല സർ ഡയറക്ട് ചെയ്ത ഹണ്ട് എന്ന് പറഞ്ഞ മൂവി. സൂപ്പർ. പിന്നെ ഞാനും സുരാജേണ്ണും കൂടെ വീണ്ടും ഒരു മൂവി ചെയ്തിട്ടുണ്ട്. ഗോകുലം മൂവീസിന്റെ ആണ്, ലിക്കർ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട്. അതും ലിക്കർ ഐലൻഡ്. പിന്നെ ബിഗ് ബെൻ എന്ന് പറഞ്ഞൊരു ന്യൂ ടീമാണ്. അങ്ങനെ 3 സിനിമയാണ് ഇനി റിലീസ് ആവാനുള്ളത്. ഹാട്രിക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. എന്താ ഒരു പുച്ഛം? റിവ്യൂ പറ. അതാണ്. ഞാനൊരു 4 സ്റ്റാറേ തരൂ. 4 സ്റ്റാർ. 4 സ്റ്റാർ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പരിപാടിക്കാണോ അതോ ഡയാനയുടെ ആങ്കറിങ്ങിനാണോ 4 സ്റ്റാർ കൊടുക്കുന്നത്? ഡയാനയുടെ ഡ്രസ്സൊക്കെ അടിപൊളിയാണ്. ആങ്കറിങ് മോശം. അയ്യോ, 4 സ്റ്റാർ. പിന്നെ പോരാ, കോമഡി പോരാ. കോമഡി പോരാ. മൊത്തത്തിലേ പരിപാടി ഞാൻ റിവ്യൂ ചെയ്താലാണ് കേറുള്ളൂ സാധനം. എന്തോ ഞാൻ റിവ്യൂ ചെയ്താലേ കേറുള്ളൂ. പേര് അനീഷ് കുംഭകോണം. അയ്യോ, റിവ്യൂവർ അനീഷ് കുംഭകോണം. പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ. ഞാനൊരു സിനിമയ്ക്ക് റിവ്യൂ ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ ഇത് കോടതിയുടെ നിയമം വന്നിരിക്കുന്നത് സിനിമ റിലീസായി 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ റിവ്യൂ പാടുള്ളൂ. അതെ. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? TV ഷോ ആണല്ലോ. നിങ്ങൾക്ക് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ റിവ്യൂ പറയാം. ഇന്ന് ഇവിടെ റിവ്യൂ പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതെ അതെ അതെ. ഓക്കെ. അല്ല, നിങ്ങളിപ്പോ ഇവിടെ നിന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോ ഞങ്ങളുടെ ചായയും കുടിച്ച് ഇവിടെ നിന്ന് റിവ്യൂ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഗുണം? ഞാനൊരു പോസിറ്റീവ് റിവ്യൂ പറഞ്ഞാൽ നിങ്ങളുടെ പരിപാടിക്ക് നല്ല റേറ്റിംഗ് കിട്ടും. അല്ല, റേറ്റിംഗ് അത്യാവശ്യം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ ഇങ്ങനെ അല്ല, ഞാൻ ഒരു ഉദാഹരണം പറയാം. തൃശ്ശൂർ പൂരമാണ്. തൃശ്ശൂർ പൂരം കേട്ടല്ലേ? ആളുണ്ടായില്ല, ഒരു മനുഷ്യനുണ്ടായില്ല. ഞാൻ ചെന്നിട്ട് പറഞ്ഞു കുടമാറ്റമുണ്ട്, ചെണ്ടമേളമുണ്ട്, തലയെടുപ്പുള്ള ആനകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് റിവ്യൂ കൊടുത്തു. എന്തോരാൾക്കാരാ. അതുപോലെ തന്നെ ഈ ആലപ്പുഴ വള്ളംകളി ശരിക്കും തുഴച്ചിൽക്കാരുടെ ബന്ധുക്കൾ മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. ഞാൻ ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനെ തുടക്കത്തിൽ ലാഗുണ്ടെങ്കിലും ഫിനിഷിംഗ് പോയിന്റില് കട്ട വെയിറ്റിംഗ് ആണ്, ഭയങ്കര സ്പാർക്കാന്നൊക്കെ പറഞ്ഞ് റിവ്യൂ കൊടുത്തു. എന്തോരാൾക്കാരാ. മക്കളെ, ഈ വന്ദേ ഭാരത് ട്രെയിൻ ഉണ്ടല്ലോ, തുടങ്ങിയപ്പോൾ ഭയങ്കര ട്രിഞ്ച് അലവൻസ് ആയിരുന്നു. ഞാൻ റിവ്യൂ കൊടുത്തേ പിന്നെ അങ്ങോട്ട് കയറി ഇപ്പൊ സീറ്റില്ല, കിട്ടാൻ സീറ്റില്ല. അതുപോലെ ഞാനിവിടെ ഇരുന്ന് റിവ്യൂ പറഞ്ഞാൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് കിട്ടും. വിശാരടി, വന്ന വഴി എനിക്കൊരു എലമെന്റ് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് ഞാൻ പൊളിക്കും. റിവ്യൂ അതിഥി രവിയാന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ വന്നിരിക്കുന്നത്. അതിഥി എന്നാണ് നമ്മുടെ ഗസ്റ്റിന്റെ പേര്. രവി അച്ഛന്റെ പേരാ. അതിഥി എന്നാണ് പേര്. അതിഥി രവി. സിനിമയിലൊക്കെ നായികയാണ്.
എത്ര വലിയ നായികയായിട്ട് എന്താ കാര്യം? പേരെഴുതി കാണിക്കുമ്പോൾ അതിഥി താരം എന്നല്ലേ എഴുതാൻ പറ്റുള്ളൂ. അല്ല, ഇങ്ങനെയാണ് നിങ്ങൾ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സേവനം തൽക്കാലം ഞങ്ങൾക്ക് ആവശ്യമില്ല. വേണ്ട, ഞാൻ പോയിട്ട് രണ്ടൊന്ന് നെഗറ്റീവ് റിവ്യൂ ഇട്ടേക്കാം. അയ്യോ അയ്യോ അങ്ങനെ ചെയ്യരുത്. സാർ അവിടെ ഇരുന്നോ. ഞാനവിടെ ഇരുന്നിട്ട് കണ്ടസ്റ്റൻസിനൊക്കെ റിവ്യൂ ചെയ്യാം. അതെ അതെ, അത് മതി. ഫസ്റ്റിൽ തന്നെ ഒരു കാര്യം പറയാട്ടോ, ഈ ലൈറ്റിങ്ങും ക്യാമറ വർക്കും തീരെ പോരാ. ആദ്യത്തെ കലിപ്പനയും കാന്താരിയും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം ഇന്ദു ആൻഡ് ജോ. ഓക്കെ, രണ്ടുപേർക്കും സ്വാഗതം. ഒരു മത്സരമാകുമ്പോൾ ആദ്യം മത്സരങ്ങൾ തമ്മിൽ കൈകൾ കൊടുക്കണം. കൊടുത്തോളൂ ഐശ്വര്യമായിട്ട്. എനിക്ക് താല്പര്യമില്ല. രമേശേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് കലിപ്പനും കാന്താരി അല്ല, കലിപ്പത്തിയും പാവൊരു കാന്താരനാണ്. അല്ല രമേശ് ചേട്ടാ, എന്നെ ഒന്ന് നോക്ക്. ഞാൻ ഇത്ര നന്നായിട്ട് ഒരുങ്ങി വന്നിട്ട് എന്തോ ഒരു കുറവില്ലേ? ഒന്നല്ല, ഒരുപാടുണ്ട്. ശരി, പറയൂ. എന്നെ മുല്ലപ്പൂ വെക്കാൻ സമ്മതിച്ചില്ല. ഞാൻ കുറച്ചുകൂടി സുന്ദരി ആവത്തില്ലായിരുന്നോ? ഈ നിൽക്കുന്ന ഒറ്റ ഒരുത്തൻ രമേശേട്ടാ, ഇത് സൗന്ദര്യ മത്സരം ഒന്നുമല്ലോ, കോമഡി മത്സരമല്ലേ. കോമഡി വേണ്ട, ലുക്കിലല്ല കാര്യം, വർക്കിലാണ്. അതിപ്പോ കാണാം നമുക്ക്. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഇയാൾ എന്താ ആള് മാറി പറ്റിക്കാൻ വന്നതാണ്? കാരണം ജോസ് നമ്മുടെ സെക്കൻഡ് സീസണിൽ വന്നിട്ടുള്ള ഒരാളാണ്. ഫസ്റ്റിലുണ്ടായിരുന്നു. ഇപ്പത്തെ അടിപൊളി ഒരു പുതിയ മേക്ക് ഓവറിൽ വന്നിരിക്കുന്നു. എന്താ കാര്യം? പ്രത്യേകിച്ചൊന്നുമില്ല അങ്ങനെ. അതുണ്ടല്ലോ, ആരോ പറഞ്ഞ് ലോഹിതദാസ് സാറിന്റെ ഒരു ഘട്ടുണ്ടെന്ന്, അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്തതാവാ. ഞാനിവനെ അറിയാൻ കഴിഞ്ഞതേ, ഒരാൺകുട്ടി ഒരു പെൺകുട്ടി ഒരു കലിപ്പനും കാന്താരിയും തമ്മിലുള്ള കോമ്പറ്റീഷൻ ആണല്ലോ ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇവര് തമ്മിൽ സത്യത്തിന് മത്സരമാണ് നടക്കുന്നത്. ഇന്നലെ പെണ്ണുങ്ങളുടെ റൂമിന്റെ വാതിക്ക് ഇവ നിൽക്കുന്നത് ആ വരാന്തയില്. അപ്പൊ നമ്മുടെ പ്രൊഡ്യൂസർ ഹരി കൈയോട് പിടിച്ച് എന്താണ് ഇവിടെ നിൽക്കുന്നത് പറയല്ല, ഞാനും ആ ഹിന്ദുവായിട്ടാണല്ലോ കോമ്പിനേഷൻ, അതിന്റെ നോക്കാൻ വേണ്ടി വന്നു. കോമ്പിനേഷനെ നിങ്ങൾ ശത്രുക്കളാണ് ശരിക്കും. അല്ല, അതല്ല, ഈ ഇൻട്രോ ജസ്റ്റ് ഒന്ന് അതിന്റെ ഒരു ഇതായിരുന്നു. പക്ഷെ ഒരു നല്ല മാച്ച് ഉണ്ട്. അതെ, നമ്മളെ കാണേണ്ട രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ റിവ്യൂ ചെയ്ത് നശിപ്പിക്കാം. റിവ്യൂ ചെയ്താലൊന്നും നശിക്കില്ല. കാരണം നല്ലതൊക്കെ റിവ്യൂ എന്തായാലും മോശമായാലും പൊട്ടിയാലും ഒക്കെ നല്ലതാണെങ്കിൽ കയറി പോക്കോളൂ. കോൺഫിഡൻസ് കൂടുതലാണല്ലോ. അല്ല, ഞാൻ കലിപ്പനായിട്ട് നിൽക്കണമെങ്കിൽ രമേശ് ചേട്ടൻ എന്റെ കാന്താരി ഡയാനിസ് ചെയ്യണം. പിന്നെ എങ്കിലേ എന്റെ കലിപ്പന രമേശ് ചേട്ടൻ. ഇവിടെ നോക്കണ്ട കേട്ടോ, ഇത് എന്റെ കൽപ്പന. എന്നാ അതിഥി ഞാൻ വീട്ടിലേക്ക് അതിഥിയായിട്ട് ക്ഷണിച്ചുകൊണ്ട്. എടാ എടാ, നിന്റെ കോഴിത്തരം എവിടെങ്കിലും കാണിക്കാതെ. എനിക്ക് റിവ്യൂവർ ആവാനുള്ള ഭാവിയുണ്ട്. നമ്മള് സ്കിറ്റ് ചെയ്യാനല്ല വന്നത്, സ്റ്റാൻഡപ്പിനാണേ. ഓർമ്മ വേണേ. കോമഡി ഉണ്ടായി പോരെ. ശരി ശരി, ഓക്കെ. അപ്പൊ പറഞ്ഞതുപോലെ നിങ്ങൾ സ്റ്റാൻഡപ്പിനാണ് വന്നത്. അപ്പൊ നിങ്ങളിൽ ആരാണ് ആദ്യം മത്സരിക്കാൻ പോണേ? അത് ഞാൻ തന്നെ. ഇവിടെ കോമഡി അല്ലേ വേണ്ടത്? ഇവന്റെ വലുതായിട്ടൊന്നുമില്ല, ഞാൻ തന്നെ ആദ്യം. ഇല്ല, നമുക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല. അതിനൊക്കെ കുറച്ച് രീതികളൊക്കെ ഉണ്ട്. അതിഥി പറഞ്ഞില്ലേ, അതിഥി ഏറ്റവും ഫേവറേറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ കേശവ മാമനാണെന്ന്. നമ്മൾ ഈ സ്പോട്ടിൽ ഇപ്പൊ കൊണ്ടുവരും. പിന്നെ ഞാൻ ആളെ കാണാൻ വേണ്ടിട്ട് വന്നത്. ഓക്കെ, അപ്പൊ അതിഥി ഒന്ന് നീട്ടി വിളിക്കട്ടെ, കേശവ മാമ എന്ന് വരും. വിളിക്കട്ടെ, ഓടി വരും. എന്റെ കേശവ മാമ.